തീർച്ചയായും സോമി, ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ജനവിധി രേഖപ്പെടുത്തൽ തുടങ്ങാൻ. തീർച്ചയായും ഇടുക്കിയിൽ നിന്നും ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. സോമി, ഇടുക്കിയിൽ ലെസ്ലി, എങ്ങനെയാണ് ഇടുക്കിയുടെ ഒരു പോളിംഗ് സ്വഭാവം? എങ്ങനെയാണ് ഇടുക്കി മണ്ഡലത്തെ, ഇടുക്കി ജില്ലയെ പൊതുവായി തന്നെ വിലയിരുത്തുമ്പോൾ? തീർച്ചയായും വളരെ വാശിയേറിയ പ്രകടനത്തിനൊടുവിൽ അല്പനിമിഷത്തിനകം പോളിംഗ് ആരംഭിക്കാൻ ഇരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. കാലാവസ്ഥ വളരെ മോശമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. രാവിലെ തുടർന്നോളൂ ലെസ്ലി. ജിംഷാദ്, രാവിലെ തന്നെ കാലാവസ്ഥ വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ രാത്രി 2 മണിയോട് തുടങ്ങിയ മഴ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പ്രത്യേകിച്ച് മലയോര മേഖലയുടെ ഇടുക്കി, കട്ടപ്പന, നെടുങ്കണ്ടം ഭാഗങ്ങളിലും ഇത്തരത്തിൽ രാത്രി മുതൽ തന്നെ മഴ വലിയ തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. എന്നാൽ തൊടുപുഴയെ സംബന്ധിച്ച് വരികയാണെങ്കിൽ മൂവാറ്റുപുഴയുള്ള വ്യവസായ ലോകം രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നതിനായി ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 71% പോളിംഗ് നടന്ന മണ്ഡലം കൂടിയാണ് തൊടുപുഴ. മന്ത്രി പി ജെ ജോസഫ് പ്രദാനം ചെയ്യുന്ന ഒരിക്കൽ മാത്രം തോൽവി അറിഞ്ഞ മണ്ഡലം എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടെ ഇത്തവണ റോയി വാര്യൻ എന്ന LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് LDF അവതരിപ്പിച്ചിരിക്കുന്നത്. വലിയ വീറും വാശിയോടും നടന്ന പ്രചരണത്തിന് ഒടുവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഏകദേശം 3750ഓളം പോളിംഗ് ഉദ്യോഗസ്ഥരെ വിവിധ കേന്ദ്രങ്ങളിൽ 834 പോളിംഗ് സ്റ്റേഷനുകളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. 5000ഓളം അർദ്ധസേന പോലീസിനെയും അർദ്ധസേനയെയും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുവരെ യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ ഒന്നും തന്നെ 103 പ്രശ്നബാധിത ബൂത്തുകളുള്ള ഈ ജില്ലയിൽ നിന്നും വന്നിട്ടില്ല. ഇതിൽ 24 അതീവ പ്രശ്നബാധിത ബൂത്തുകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബൂത്തുകൾ അതീവ ഗുരുതരമായ പ്രശ്നബാധിത ബൂത്തുകളായി തരംതിരിച്ചിരിക്കുന്നതിൽ ദേവികുളം മണ്ഡലത്തിലാണ്. അവിടെ 5 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത്. എന്തായാലും ജില്ലയുടെ സ്വഭാവം കണക്കാക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ വലിയ പോളിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് മണ്ഡലങ്ങളിൽ വലിയ തള്ളിക്കയറ്റം ആദ്യ സമയങ്ങളിൽ ഉണ്ടാകില്ല. ഉച്ചയോട് ശേഷമായിരിക്കും, 12 മണിക്ക് ശേഷമായിരിക്കും പോളിംഗിൽ കാര്യമായ മാറ്റം ഉണ്ടാകുക. എന്തായാലും വീറും വാശിയും പ്രചരണത്തിൽ ഉണ്ടായിരുന്ന അതേ ഒരു ആവേശം തൊടുപുഴയിലെ മണ്ഡലത്തിലെ വോട്ട് ചെയ്യുന്നതിലും വോട്ടർമാർ കാണിക്കുന്നു എന്നുള്ള ആദ്യ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബൂത്തിലെ വോട്ടർമാരുടെ സാന്നിധ്യം തന്നെ വെളിവാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും സമരങ്ങൾ കൊണ്ട്, തൊഴിലാളി സമരങ്ങളൊക്കെ കൊണ്ട് വളരെ ശ്രദ്ധ ഇപ്പോൾ പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടത്ത് വോട്ട് ചെയ്യാനെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് സോമി നമ്മൾ കാണുന്നത്. ജോഷില ലൈനിലുണ്ട് എന്ന് തോന്നുന്നു. ജോഷില, പിണറായി വിജയൻ കുടുംബസമേതമാണ് എത്തിയത്. തീർച്ചയായും പിണറായി വിജയൻ വോട്ട് ചെയ്യാനായി എത്തി ക്യൂവിൽ നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഭാര്യയും മകളും ഒത്താണ് ഇപ്പോൾ പിണറായി വിജയൻ തൻ്റെ ബൂത്തിന് മുന്നിൽ ക്യൂവായി നിൽക്കുന്നത്. ക്യൂവിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ, കുടുംബസമേതം ആണ് എത്തിയത്. തുടക്കം തന്നെ ആദ്യ വോട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ. ജോഷില, തീർച്ചയായും ജിംഷാദ്, പിണറായി വിജയൻ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പിണറായി RCML ബേസിക് UP സ്കൂളിലെ 136 നമ്പർ ബൂത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമലയും അതുപോലെ തന്നെ മകൾ വീണയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വോട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ക്യൂവിൽ അദ്ദേഹം ഇപ്പോൾ നിൽക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വോട്ട് ചെയ്യും. ജിംഷാദ്, അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വോട്ട് അദ്ദേഹം ചെയ്യും. രേഖപ്പെടുത്താനാകും. ഒരുപക്ഷെ മോക്ക് പോളിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സജ്ജമായി കഴിഞ്ഞു. കണ്ണൂരിന്റെ വിവിധ മേഖലകളിലെ ബൂത്തുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഒപ്പം പിണറായി വിജയൻ നിൽക്കുന്ന ബൂത്തിലെയും. ജോഷില,
തീർച്ചയായും അജിംഷാദ്, കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിലെ 19,54,840 വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1629 ബൂത്തുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. 1054 ബൂത്ത് വെബ്കാസ്റ്റിംഗ് സൗകര്യങ്ങളുള്ളതാണ്. 192 സമയ വീഡിയോ ചിത്രീകരിക്കും. അതുപോലെ തന്നെ 525 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ണൂരിലുള്ളത്. കല്യാശ്ശേരി, പയ്യന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടം, അഴീക്കോട്, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ 90% വെബ്കാസ്റ്റിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 80.66% പോളിംഗ് ആണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ. തീർച്ചയായും ഇപ്പോൾ ജോഷില പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ഔദ്യോഗികമായി. ദിനകർ അതിന്റെ വിവരങ്ങളുമായി ചേരുമ്പോൾ. ദിനകർ. അജിംഷാദ്, പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. 7 മണിയായിരിക്കുന്നു. കേരളം വിധി എഴുതുന്നു എന്ന തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും. പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 14 മണ്ഡലങ്ങളിലും ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ ബൂത്തുകളെല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. മോക്ക് പോൾ ഉൾപ്പെടെ ചെയ്ത് വോട്ടർമാർ ബൂത്തുകളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിലെ 48 നമ്പർ ബൂത്തിൽ 49, 50, 51 ബൂത്തുകളിൽ വൈദ്യുതി ഇല്ലാത്തത് മൂലം ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നുണ്ട്. വൈദ്യുതി തടസ്സം രാവിലെ മുതൽ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പോളിംഗ് ഇവിടെ ആരംഭിക്കാൻ അല്പം വൈകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല പ്രദേശങ്ങളിലും കനത്ത മഴ മൂലം ചില പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സം ഉണ്ടായിട്ടുണ്ട്. അത് പോളിംഗിനെ ചെറിയ തോതിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ പോളിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമാധാനപരമായ പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. സംസ്ഥാനത്ത് ഒട്ടാകെ ഞാൻ നേരത്തെ മുമ്പേ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 2,60,19,284 വോട്ടർമാരാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ 2011 അപേക്ഷിച്ച് 28,71,000 പേർ കൂടുതലാണ് ഇത്തവണ വോട്ടർമാർ ഉള്ളത്. കഴിഞ്ഞ തവണ 2,31,47,871 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതിൽ നിന്നും വ്യത്യസ്തമായി 28 ലക്ഷത്തോളം വോട്ടർമാരുടെ എണ്ണം വർധനവ് വന്നിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. കേരളം കാതോർത്ത വിധിയെഴുത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ല 14 മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. ഈ 14 മണ്ഡലങ്ങളിലും പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അജിംഷാദ്. തീർച്ചയായും ദിനകറാണ് വിവരങ്ങൾ നൽകിയത്. ഔദ്യോഗികമായി അതായത് മഴ ഏതെങ്കിലും തരത്തിലെ ആദ്യ പോളിംഗിലേക്ക് കടക്കുമ്പോൾ മഴ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ദിനകർ? സോമി, കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിൽ മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയും കനത്ത മഴ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആകാശം മേഘാവൃതമാണ്, മൂടിക്കെട്ടിയാണ് കിടക്കുന്നത്. രാവിലെ മുതൽ നേരിയ മഴയും ഉണ്ടായിരുന്നു. അത് പോളിംഗിനെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും മുന്നണികൾക്ക് ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പല ബൂത്തുകളിലും നേരിയ തോതിൽ ചെറിയ ക്യൂ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. വോട്ടർമാർ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനുള്ള ഒരു സന്നദ്ധതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 68.26% പോളിംഗ് ശതമാനം. അത് ഇത്തവണ ഉയരും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം ഓരോ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വാശിയേറിയ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ ഇന്നലെ രാത്രിയിൽ ചില പ്രദേശങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന ജില്ലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അജിംഷാദ്. തീർച്ചയായും സോമി, അതായത് ഒരുപക്ഷെ തെക്കൻ കേരളത്തെ മാത്രമാണ് എങ്കിൽ പോലും ആഗ്രഹിച്ചിരുന്നതാണ് വേനൽ ചൂടിനെ അതിജീവിക്കാനൊരു മഴ. പക്ഷെ മഴ പലപ്പോഴും വില്ലനായി എത്തുന്നു എന്ന് തോന്നുന്നു. കാരണം തിരുവനന്തപുരത്ത് തന്നെ പലയിടത്തും തടസ്സം നേരിട്ടു. യന്ത്രങ്ങൾക്കൊക്കെ കറണ്ട് പ്രശ്നമായി, ഒക്കെ വൈദ്യുതി പ്രശ്നം ഒക്കെ കൊണ്ട്. ദിനകർ, എത്ര ബൂത്തുകളിലാകും അത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുക? തടസ്സം നേരിട്ടു തുടക്കത്തിൽ തന്നെ?
അജിംഷാ, അത് കനത്ത മഴയായിരുന്നതുകൊണ്ട് തന്നെ വൈദ്യുതി തടസ്സം പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. പകരം സംവിധാനം ഇല്ലാത്ത ചില ബൂത്തുകളിൽ അത്തരത്തിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മെഴുകുതിരിയുടെ വെളിച്ചത്തിലാണ് പല ബൂത്തുകളിലും മോക്ക് പോളിംഗ് ഉൾപ്പെടെ നടത്തിയത്. ഇവിടെ ഇപ്പോൾ 48-ാം നമ്പർ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പോളിംഗ് ആരംഭിക്കുന്നു. കാരണം വൈദ്യുതി തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 5 മിനിറ്റോളം വൈകി എന്ന് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. ഇതുപോലെ ഇവിടെ ഞാൻ നിൽക്കുന്ന സ്കൂളിൽ 4 ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 4 ബൂത്തിലും രാവിലെ 5:15 വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടു. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. തലസ്ഥാന ജില്ലയിലെ മറ്റ് പല ബൂത്തുകളിലും ഇതുപോലെ തന്നെ കനത്ത മഴ മൂലം വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്നുണ്ട്. തീർച്ചയായും സ്വാമി, ഇടവേളയിലേക്ക് പോകാൻ അനിവാര്യമായിരിക്കുന്നു. തീർച്ചയായും ഒരുപാട് പൊളിച്ചെഴുത്തുകൾ, ഒരുപാട് വിധികൾ ഏതൊക്കെ എങ്ങനെ പുരോഗമിക്കുമെന്ന് അറിയാനുള്ള രേഖപ്പെടുത്തൽ കേരളത്തിന്റെ സമ്മതിദാനാവകാശം ഏതാണ്ട് തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങിയത്.